പോകുന്ന വഴി കേട്ടോ. സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ നടന്ന് പോയിക്കൊണ്ടിരുന്ന കുറുക്ക് വഴിയുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇതിലേയും വരും, ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറുക്ക് വഴി കൂടെയും പോകാം. ഞങ്ങൾ ചെറിപ്പഴം പറിക്കുന്ന പറമ്പാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ കയറും. കുറുക്ക് വഴിയുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അവിടെ ചെറിപ്പഴം പഴുത്തുണ്ടാവും. അതൊക്കെ ഞങ്ങൾ പൊട്ടിക്കും. ഇവിടെ വീടുകളൊക്കെ വന്നിട്ടുണ്ട് കുറെ. വട്ടക്കിണർ അത് അവിടെയത്. ഇവിടെ ആ കിണറ്റിലാണ് സകല ആൾക്കാർ വെള്ളം കോരാൻ പറ്റുന്നത്. പിന്നെ ഇത് ഇവിടെയൊക്കെ വെള്ളത്തിന് ക്യൂ ആണ്. വേനൽക്കാലം രൂക്ഷമായി കഴിയുമ്പോണ്ടല്ലോ ഭയങ്കര വെള്ളത്തിന് ക്ഷാമമാണ് ഇവിടെ. ഇവിടെ മുതൽ കൂട്ടിക്കൽ പഞ്ചായത്താണ്. ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ നടന്നു പോകുന്നു. ഇവിടെയൊക്കെ ഞങ്ങൾ നടന്നു. ഇവിടെ ഒരു പേര ഉണ്ടായിരുന്നു, ആ മുകളിലൊരു പേര, അതൊക്കെ പോയി. ആ പേരൊക്കെ പോയി. അതിന്റെ മുകളിൽ ജോജിയൊക്കെ ഞങ്ങൾക്ക് അയ്യോ പേരൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ പൊട്ടിച്ചു തരുന്നത്. ഇത് CVO എസ്റ്റേറ്റ്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു മടമുണ്ട്. ഈ മടത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറും. അവർ ഞങ്ങൾക്ക് തണുത്ത വെള്ളമൊക്കെ തരും, ഐസ് കട്ടയൊക്കെ തരും. ഇത് സിസ്റ്റർമാർ നടത്തുന്നതാണേ മടം. ഇത് അച്ഛന്മാരുടെ. ഈ മുതുകേറ്റൊക്കെ കയറിയാണ് ഞങ്ങൾ വരുന്നത്. ഈ മടത്തിലാണ് ഞങ്ങൾ കയറുമ്പോൾ ഇവിടുത്തെ സിസ്റ്റർമാർ ഞങ്ങൾക്ക് ചിലപ്പം തണുത്ത വെള്ളം തരും, ചിലപ്പോൾ ജ്യൂസൊക്കെ തരും. എന്നിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കും. സ്കൂളിൽ പോകുന്ന ദൂരം നിങ്ങൾ നോക്കിക്കോണം. നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുന്നത് നുണയാണെന്ന്. കേട്ടോ, നുണയൊന്നുമല്ല, അമ്മ സത്യം. പിന്നെ ഇത്ര വികസനമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറുക്ക് വഴിയുണ്ട്. കുറുക്ക് വഴി കൂടെയും നമുക്ക് നടക്കാം. 2-3 സെക്ഷൻ വഴികളാണിത്. എങ്ങനെ പോയാലും വഴിയൊക്കെ ദൂരമുണ്ട്. 2-3 വഴി കൂടെ നമുക്ക് ക്രോസ് ചെയ്ത് വേണം വരാം. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ വരാം, റോഡിൽ കൂടെ വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. ആ കുറുക്ക് വഴി വന്നാൽ ഇവിടെ വന്ന് ചെയ്യണം. നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് വന്നാൽ മാങ്ങാപ്പാറ വഴി വന്നു. ആ ഗുരുമന്ദിരം. ഞാൻ ഇതായത് സരസ്വതി ദേവിയായി, ശ്രീകൃഷ്ണനായി ചെറുപ്പത്തിലെ. അത് 3-4 പ്രാവശ്യം ആയിട്ടുണ്ട്. ഭാരതാംബയായി. അതൊക്കെ ആ ഗുരുമന്ദിരത്തിൽ വെച്ചിട്ട്. ഇതേ ആ ഗുരുമന്ദിരം. ഇതൊന്നും ഇറങ്ങാൻ സമയമില്ല, ഇതെല്ലാം ഓടിച്ചിട്ട് കാണിക്കുക. ഇവിടുത്തെ വീടുകളൊക്കെ ഇരിക്കുന്നുണ്ടോ മലയുടെ മുകളിൽ. എത്ര വർഷമായിട്ട് അതേപോലെ തന്നെ. ആ വീടിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഞങ്ങൾ മക്രൂണി മിഠായി മേടിക്കുന്ന കടയാ ആ കാണുന്നത്. മക്രൂണി മിഠായി മേടിക്കുന്ന കട. എൻ്റെ സ്കൂള് ഇവിടെ നിർത്തും. ഞാൻ എടുക്കട്ടെ വീഡിയോ. ഞാൻ പഠിച്ച സ്കൂളാണേ. 1 മുതൽ 7ാം ക്ലാസ് വരെ. അതായത് അംഗൻവാടി പോയി, അംഗൻവാടി തുടങ്ങിയിട്ട് 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളാണ് ഈ കാണുന്നത്. CVO എസ്റ്റേറ്റ് UP സ്കൂൾ പറത്താനം. എൻ്റെ പൊന്നേക്ക് വയ്യ. ഇതാണ് നമ്മൾ പഠിച്ച സ്കൂൾ. നല്ല വെയിലുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൗണ്ടല്ല, ഞാൻ കളിച്ച് ഒക്കെ നടന്ന ഗ്രൗണ്ടൊക്കെയാണ് ഈ കാണുന്നത്. നൊക്ലാച്ച പഠിച്ച സ്കൂളും ഓടി നടന്ന സ്ഥലവും കുഞ്ഞുനാളിലെ മാറ്റമൊന്നുമില്ല, അതൊക്കെ തന്നെ. ഇതാണ് സ്കൂൾ. ഉണ്ടോ അവിടെ ബസ് നിർത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരണം നമ്മൾ സ്കൂളിലേക്ക്. ബസ്സുള്ളപ്പോഴേ ബസ് അധികം ഇല്ല. നമ്മൾ സ്കൂൾ വിടുന്ന സമയത്തൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ നടക്കും. നമ്മൾ നടന്നു കഴിയുമ്പോൾ ഇത് അവിടെയാണ് വണ്ടി നിർത്തും. പിന്നെ ഏതാണ്ട് അവിടെ നിർത്തും. കണ്ടോ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നടന്നു വരും. അല്ലാത്തപ്പോൾ നമ്മൾ നടന്ന് കയറി കുന്നും മലയും താണ്ടി നമ്മൾ വരും. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഇത്. ഒരു മിനിറ്റ്. ഉള്ളിവട. ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ പറയണേ. നല്ല ടേസ്റ്റ് ആയത്. ഉള്ളി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല എണ്ണ കേട്ടോ, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ടിഷ്യൂ ഇട്ട് തുടച്ചിട്ട് വയ്ക്കാം. ഇപ്പം ചായ. ചേസ്.
ചായ കൊള്ളാം. ഇതാണ് എന്റെ ജീവിച്ചിരിക്കുന്ന ഗ്രാൻഡ് ഫാദർ ഞാൻ നമ്മുടെ കഥകൾ പറഞ്ഞിട്ടില്ലേ? അതായത് ജീവിതത്തിൽ ഇങ്ങനെ തകർന്നുള്ള സമയത്ത് എന്നെ പിടിച്ച് കയറ്റി ഒരു സ്ഥലമൊക്കെ മേടിച്ചത് അവളുടെ വീടിനടുത്ത് സ്ഥലമൊക്കെ മേടിച്ചു വന്ന് നിലനിർത്തിയ ആള് ബാബുച്ചേട്ടൻ. ആളുടെ മോന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്. കേക്കൊക്കെ മുറിക്കാൻ പോകും. ഓക്കെ, കേക്ക് മുറിക്കാം. അപ്പൊ ഞങ്ങൾ കേക്ക് മുറിക്കട്ടെ. ഒരു സ്മൈൽ പ്ലീസ്, സ്മൈൽ പ്ലീസ്, സ്മൈൽ പ്ലീസ്. നല്ല ചിരി. Happy birthday, Luca. Happy birthday to you. Happy birthday, Luca. Happy birthday, Luca. Happy birthday, Luca. എന്നാ കേക്കിന്റെ പീസ് പാപ്പി കുഞ്ഞ് കേക്ക് മുറിച്ചോ? അതെ പാപ്പി കുഞ്ഞിന് കേക്ക് ഇതേ പാപ്പി കുഞ്ഞിന് കേക്ക് അങ്ങനെ അപ്പച്ചിക്ക് കൊടുക്കോ കേട്ടോ. അതെ, ഇവിടുത്തെ കുഞ്ഞുമാവ ഇതല്ലേ? നമ്മുടെ മൂത്ത മോന സോനു നീ തേഞ്ഞു. നീ അക്കരെ പോയില്ലേ? അപ്പച്ചിയെ കാണണമെന്നുണ്ടോ? അപ്പച്ചി അപ്പച്ചി ചക്കരന്നോനെ ചക്കരെ എന്താ ചക്കരെ അപ്പച്ചിയല്ലേ കുഞ്ഞപ്പച്ചി എന്നാ പറ്റി അന്തം വിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങാൻ പോകണം കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ നല്ല ഈ കള്ളപ്പവും മുട്ടക്കറിയും കഴിച്ചുകൊണ്ടിരിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കള്ളപ്പം. അപ്പം നമ്മളിതാ റൂമിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. ഇനി ബിജോ ചേട്ടൻ താമസിച്ച വീടും ഒരു ഏരിയയും ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്ത് ഇറങ്ങണം. ഞങ്ങളിവിടെ താമസിച്ച റൂം റിവർ വ്യൂ എന്നാണ് ഇതിൻ്റെ പേര്. ഹോട്ടലിൻ്റെ പേര് റിവർ വ്യൂ എന്നാണ്. അപ്പോൾ ഓക്കെ, ഇനി കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കണം. കുറച്ച് ഉണക്കക്കപ്പ, ഉണക്കമ്മി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അല്ലേ ചേട്ടാ? ഹാപ്പി അല്ലേ? അമ്മനെ ഹാപ്പി അല്ലേ? അപ്പോൾ ശരി, ബൈ.